പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, അങ്ങ് ഞങ്ങൾക്ക് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ ഓർത്ത് ധ്യാനിച്ചുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് ആ മക്കളെ അങ്ങയുടെ തിരുസ്ഥാനത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഉത്തരവാദിത്വം മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളുടെ മക്കൾക്ക് വേണ്ട അന്നു വേണ്ട ആഹാരത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ വലിയ കൂട്ടായ്മയെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിച്ച് അവർക്ക് ആവശ്യമായ ആഹാരം നൽകി ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും അന്നു വേണ്ട ആഹാരം നൽകി അനുഗ്രഹിക്കുന്ന അവിടുത്തെ വലിയ പരിപാലനയിലേക്കും സ്നേഹത്തിലേക്കും ഞങ്ങൾ എല്ലാവരെയും സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുക്കുടുംബത്തിന്റെ സജീവ സാന്നിധ്യത്തില് കൃപ നിറഞ്ഞ ദൈവത്തിന്റെ ശക്തിയും സാന്നിധ്യവും നിറഞ്ഞ മക്കളായി കുടുംബങ്ങളായിട്ട് ഞങ്ങളുടെ കുടുംബങ്ങൾ മാറട്ടെ. അതിനായി കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. കർത്താവിന്റെ വചനം സ്വീകരിച്ച് അത് ഫലമണിയുവാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും ഇടയാകട്ടെ. എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയായിരിക്കട്ടെ. ഡെയിലി ബ്രെഡിലേക്ക് എല്ലാ മക്കളെയും സ്നേഹത്തോടെ അച്ഛൻ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന തിരുവചനം 139 സങ്കീർത്തനം 13ഉം 14ഉം തിരുവചനങ്ങളാണ്. ഇവിടെ പറയുകയാണ്, ദാവീദ് തന്റെ ജീവിതത്തെ കുറിച്ച് പറയുകയാണ്, അവിടെ നിന്നാണ് എന്റെ അന്തരംഗത്തിന് രൂപം നൽകിയത്. എന്റെ അമ്മയുടെ ഉദരത്തിൽ അവിടുന്ന് എന്നെ മെനഞ്ഞു. ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. എന്തെന്നാൽ അവിടുന്ന് എന്നെ വിസ്മയനീയമായി സൃഷ്ടിച്ചു. അവിടുത്തെ സൃഷ്ടികൾ അത്ഭുതകരമാണ്. എനിക്കത് നന്നായി അറിയാം. വലിയൊരു കാര്യമാണ് ദാവീദ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ വചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ, രണ്ട് മേഖലകളിൽ നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, മാതാപിതാക്കള് അറിയുന്ന വലിയ കാര്യം, നിങ്ങളെ ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്തു. എന്തിനാണ്? ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ. ആ ജന്മം നൽകുമ്പോൾ, ദാമ്പത്യ ബന്ധത്തിലൂടെ ഒരു കുഞ്ഞ് ഉരുവാകുമ്പോൾ നിങ്ങളല്ല, പിന്നെയോ ദൈവമാണ് ആ കുഞ്ഞിനെ അമ്മയുടെ ഉദരത്തിൽ മെനയുന്നത്. ഒരപ്പനല്ല, അമ്മയല്ല ഒരു കുഞ്ഞിനെ മെനയുന്ന, പിന്നെയോ ദൈവമാണ്. ഈ സത്യം ദാവീദ് അറിഞ്ഞ് ഏറ്റുപറയണം. ഇത് നമ്മൾ അറിയണം, മാതാപിതാക്കൾ അറിയണം, ഒരു അഭിഷിക്തൻ, ഒരു കന്യാസ്ത്രീ അറിയണം. ഈ കുഞ്ഞ് ദൈവത്താൽ മെനയപ്പെട്ട ഒരു കുഞ്ഞാണ്, ദൈവത്തിന്റെ കരവേലയാണെന്ന് എഫേസോസ്കാർക്കെതിരെ ലേഖനത്തില് 2-ാം അധ്യായത്തിന്റെ 10-ാം വചനത്തില് പൗലോസ്ലീഹ വീണ്ടും നമ്മെ ഓർമ്മപ്പെടുന്നുണ്ട്. അപ്പോ ഈ ദൈവത്തിന്റെ മെനയലില്, ദൈവത്തിന്റെ കരവേലയില് പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട പങ്കാളികളാക്കപ്പെട്ട ഒരു അപ്പനും അമ്മയും എന്തുമാത്രം ഒരുങ്ങി പ്രാർത്ഥിച്ച് ദൈവകൃപയില് വിശുദ്ധിയില് വേണം ഈ സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരാൻ. സൃഷ്ടി ചെയ്യുന്നത് ദൈവമാണ്, പങ്കുചേരാൻ ദൈവം തിരഞ്ഞെടുത്തവരാണ്. ആ ഒരു അവസ്ഥയിൽ നമ്മൾ പരിശോധിക്കണം. ഒരു കുഞ്ഞ് ഉരുവാകുന്നു അമ്മയുടെ ഉദരത്തിൽ. വീണ്ടും ആ കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ ആയിരിക്കുമ്പോ ഈ അപ്പനും അമ്മയും മനസ്സിലാക്കണം, ദൈവത്തിന്റെ കരവേലയായ, ദൈവത്തിന്റെ സൃഷ്ടികർമ്മമായ ദൈവം മെനഞ്ഞെടുത്ത ഒരു കുഞ്ഞ് ഈ എന്റെ ഉദരത്തിൽ, എന്റെ ഭാര്യയുടെ ഉദരത്തിൽ വസിക്കുന്നുണ്ട്. വീണ്ടും അവിടെ പറയണം, അവിടുന്ന് എന്നെ വിസ്മയനീയമായി സൃഷ്ടിച്ചു. അവിടുത്തെ സൃഷ്ടികൾ അത്ഭുതകരമാണ്. വിസ്മയനീയമായിട്ട് സൃഷ്ടിക്കപ്പെട്ട കൊച്ച്, അത്ഭുതകരമായിട്ട് മെനഞ്ഞെടുക്കപ്പെട്ട കൊച്ച് ആണ് ഈ ഉദരത്തിൽ ആയിരിക്കുന്നതെന്ന് മനസ്സിലാക്കി ദൈവത്തിന് നന്ദി പറഞ്ഞ്, അത്ഭുതകരമായ ദൈവത്തിന്റെ ദാനത്തെയോർത്ത്, കൃപകളെയോർത്ത് നന്ദി പറഞ്ഞ് കുഞ്ഞിനെ സ്വീകരിച്ച് ആ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് കർത്താവിന്റെ കുഞ്ഞിനെ പോലെ അതിനെ കരുതണം, അതിന് ജന്മം കൊടുക്കണം, അതിനെ വളർത്തണം. എന്റെ പ്രിയപ്പെട്ടവരെ, അത് മാതാപിതാക്കളുടെ വലിയ ഉത്തരവാദിത്വമാണ്. നിന്ന് കട്ടമെന്ന് പറയട്ടെ, മക്കളെ സ്വീകരിക്കാതെ ചിലപ്പോൾ ഗർഭചിത്രം നടത്താൻ തീരുമാനിച്ച് ഒക്കെ അവസ്ഥയുണ്ട്. മദ്യപാനാവസ്ഥയിൽ, ജഡികാസക്തിയിലും സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരുന്ന മാതാപിതാക്കള്
ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞിനെ കുറിച്ചുള്ള ഈ മഹനീയത, ഈ അത്ഭുതകരമായ വിസ്മയനീയത മനസ്സിലാക്കാതെ ഭാര്യയെ പീഡിപ്പിക്കുന്ന, അതിനെ ഉൾക്കൊള്ളാത്ത ഒത്തിരി അവസ്ഥകൾ ഈ കുഞ്ഞിനെ സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇന്ന് മാതാപിതാക്കൾ മനസ്സിലാക്കണം, ഈ കുഞ്ഞ് ദൈവത്തിന്റെ കരവേലയാണ്, ദൈവത്തിന്റെ വലിയ ദാനമാണ്, ദൈവം മെനഞ്ഞതാണ്. അത്ഭുതകരമായിട്ട് ഓർത്തേക്ക്. കഴിഞ്ഞ ദിവസം ഞാനൊരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി, ഉദരാവസ്ഥയിൽ കുഞ്ഞാ, പ്രാർത്ഥിക്കാൻ വേണ്ടി പോയി. അവര് പറയാ മെഡിക്കൽ സയൻസ് പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു, സ്കാനിങ് പറഞ്ഞു, ഈ കുഞ്ഞിന് ഒത്തിരിയേറെ അംഗവൈകല്യങ്ങളുണ്ട്. ഒരപ്പൻ കയറി പണിയുന്നതല്ല, ഒരമ്മ കയറി പണിയുന്നതല്ല ഉദരത്തിൽ ഒരു കുഞ്ഞിന്റെ അവയവങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ. ഇത് ദൈവമാ. അവര് വിശ്വസിച്ചു, ദൈവത്തിന്റെ കരവേലിയ, ദൈവത്തിന് അസാധ്യമേ ഒന്നുമില്ല. അബോർട്ട് ചെയ്യാൻ പറഞ്ഞു, അവർ പറഞ്ഞു അബോർട്ട് ചെയ്യില്ല. അങ്ങനെ തീരുമാനിച്ചു. പ്രാർത്ഥിക്കും. അവർ പറയണ്, ഞാൻ പറഞ്ഞു ദൈവമാ മെനയുന്നേ, ദൈവത്തിന്റെ കരവേലിയ, ദൈവത്തിന് അസാധ്യമേ ഒന്നുമില്ല. അവരത് വിശ്വസിച്ചു. സ്കാനിങ്ങിനെ വിശ്വസിച്ചില്ല, ഡോക്ടർമാരെ പറഞ്ഞത് അതുപോലെ ഉൾക്കൊണ്ടില്ല, ദൈവത്തിൽ വിശ്വസിച്ചു. അങ്ങനെ പ്രായമായി സമയമായി പ്രസവിച്ചപ്പോ ഒരു കുഴപ്പമില്ലാത്ത ദൈവം മെനഞ്ഞ് എല്ലാ അവയവങ്ങളും അതിന്റെ പൂർണ്ണതയില് കരവേല ചെയ്ത് ഈ കുഞ്ഞിന് ദൈവം ജീവൻ നൽകി. ആ കുഞ്ഞ് പ്രസവിച്ചു. എന്നെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറയാണ്, അതുകൊണ്ട് നമ്മൾ അറിയണം, അത്രമാത്രം വിസ്മയനീയമായ അത്ഭുതകരമായ ഒരു കുഞ്ഞാണ് എന്റെ കുഞ്ഞ്. ഇതുപോലെ ഈ കുഞ്ഞിനെ ജന്മം കൊടുത്ത് അതിനെ ഉദരത്തിൽ കാത്തു സംരക്ഷിച്ച് അതുപോലെ സ്വീകരിച്ച് ദൈവത്തിന് നന്ദി പറയണം. ദൈവത്തിന് നന്ദി പറയണം. കർത്താവ് എന്നെ അത്ഭുതകരമായിട്ട് സൃഷ്ടിച്ചു എന്നുള്ള തിരിച്ചറിവോടെ ദാവീദ് ദൈവത്തിന് നന്നായിട്ട് അറിയാം എന്ന് പറഞ്ഞ് നന്ദി പറയണം. ഈ ഒരു അറിവ് നമുക്ക് വേണം. ഇത് നമുക്ക് ഇനി നമ്മുടെ മക്കൾക്കും ഈ ഒരു അറിവ് കൊടുക്കണം. ഈ ഒരു തിരിച്ചറിവ് മക്കൾക്ക് ലഭിക്കും. എന്താണ്? ഞാൻ ദൈവത്താൽ മെനയപ്പെട്ട കൊച്ചാണ്, ദൈവത്തിന്റെ കരവേലയാണ്, അത്ഭുതകരമായിട്ട് വിസ്മയമായി സൃഷ്ടിക്കപ്പെട്ടു. എന്റെ അവയവങ്ങള്, എന്റെ കഴിവ്, കാഴ്ചശക്തി, കേൾവി ശക്തി, സംസാര ശക്തി, ലൈംഗിക ശക്തി, അവയവങ്ങള് ദൈവത്തിന്റെ കരവേലയാണ്, ദൈവത്താൽ മെനയപ്പെട്ടതാണ്. അതിനാൽ തന്നെ ഇത് ദൈവത്തിന്റെയാണ്, ദൈവത്തിന്റെ ആലയമാണ്. അതുപോലെ കണ്ട് സമർപ്പിച്ച് ദൈവത്തിൻ്റെതാക്കി കൊണ്ടു നടക്കുമ്പോ നമ്മുടെ മക്കൾ ഒരിക്കലും ചെടിക പാപത്തിനോ മദ്യപാനത്തിനോ ലഹരിക്കോ ലോക സുഖഭോഗങ്ങൾക്കോ പച്ചകുത്താനോ മെച്ചമായി ജീവിക്കാനോ അശുദ്ധിൽ ജീവിക്കാനോ എന്റെ പ്രിയപ്പെട്ട മക്കളെ ഒരിക്കലും പോകത്തില്ല. ഈ വചനത്തിന്റെ അത്ഭുത ശക്തി നമ്മുടെ മക്കളില്, നമ്മുടെ കുടുംബങ്ങളില് നിറയപ്പെട്ടാൽ, ഞാൻ പറയും, നമ്മുടെ കുടുംബത്തിലുള്ള മദ്യപാനം, മറ്റ് അനുസരണക്കേട്, ജടിക പാപങ്ങള്, തെറ്റായ സ്നേഹബന്ധം, അവിഹിത ബന്ധം, പാപത്തിന്റെ ഒരു മേഖലയും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ഇന്ന് ഈ അന്നു വേണ്ട ആഹാരത്തില് ഈ വചനമാകുന്ന ജീവന്റെ അപ്പം, ഈ സത്യവചനം നമ്മുടെ കുടുംബത്തില്, മക്കളില് മാംസം ധരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോ ഇതിന് വിരുദ്ധമായിട്ട് സംഭവിച്ചു പോയ നമ്മുടെ തെറ്റുകള്, നമ്മുടെ മക്കളുടെ തെറ്റുകള് തിരിച്ചറിഞ്ഞ് ഈ സത്യം അറിഞ്ഞ്, ദാവീദ് പറഞ്ഞ പോലെ എനിക്കത് നന്നായിട്ട് അറിയാം, ഈ അത്ഭുതകരമായ വിസ്മയനീയമായ ഈ സൃഷ്ടിയായ എന്റെ ജീവിതത്തെക്കുറിച്ച് നന്നായിട്ട് അറിഞ്ഞ് ദൈവത്തിന് നന്ദി പറഞ്ഞ് ദൈവത്തിന്റെ അവകാശമായിട്ട് സമർപ്പിച്ചാൽ എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടും, ജീവിതം തന്നെ മാറും. ദൈവത്തിന്റെ അവകാശത്തെ ദൈവം പരിഗണിക്കും, ദൈവം അവഗണിക്കത്തില്ല, വേണ്ടത് നൽകി ദൈവം അനുഗ്രഹിക്കും. ഇങ്ങനെ ഒരു ജീവിതം നമുക്ക് വേണം. ഈ സത്യവചനം നമ്മുടെ മക്കളിലും കുടുംബത്തിലും മാംസം ധരിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് ആരാധനയില് അല്പസമയം പ്രാർത്ഥിക്കാം. മക്കളെ, ഈ വചനത്തിൽ അത്ഭുത ശക്തി നമ്മിൽ മാംസം ധരിക്കട്ടെ. ഈ വചനം അപ്പമായിട്ട് മാറട്ടെ. ഈ വചനം സത്യമായിട്ട് തീരട്ടെ. ഈ വചനത്തിന് ശക്തിയാൽ നമ്മുടെ മക്കളും നമ്മുടെ ജീവിതങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ. ഇതിനെ പരിശോധിച്ച് എന്തെങ്കിലും പോരായ്മകളോ കുറവുകളോ ഈ തലത്തിൽ ഉണ്ടാകുമെന്നല്ല, എല്ലാം ഉണ്ടായിട്ടുണ്ട്. അതിനോട് മാപ്പ് ചോദിക്കാം, കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സാധിക്കുന്ന മക്കളൊക്കെ ഏതെങ്കിലും മേഖല പ്രത്യേകിച്ചുണ്ടെങ്കിൽ അതിനടുത്ത് കുമ്പസാരിക്കുക. വന്നുപോയ വീഴ്ചകള്, ഉപേക്ഷകള്, ഒത്തിരിയേറെ കുറവുകള്, അതിനെല്ലാം ഓർത്ത് മാപ്പ് ചോദിച്ചുകൊണ്ട് കർത്താവിന്റെ വലിയ കരുണയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പാപപരിഹാരം ബലിയർപ്പിക്കാം. ദിവികാരനാഥന് മുമ്പില് ഏറ്റവും എളിമയോടെ നമ്മൾ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വലിയൊരു തിരിച്ചറിവ് നമ്മുടെ മക്കൾക്ക്
ലഭിക്കട്ടെ. നമ്മുടെ മക്കൾ അതിനാൽ തന്നെ അനുഗ്രഹിക്കപ്പെടട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നല്ല ഈശോയെ, അങ്ങാണ് എല്ലാം സൃഷ്ടിച്ചത്, അങ്ങയിലൂടെയാണ് എല്ലാം സൃഷ്ടിക്കപ്പെട്ടത്. അങ്ങയുടെ വലിയ സ്നേഹത്തെയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, അങ്ങിന്ന് ഞങ്ങളോട് പറഞ്ഞില്ലേ, അങ്ങാണ് ഞങ്ങളുടെ അമ്മയുടെ ഉദരത്തിൽ ഞങ്ങളെ മെനഞ്ഞത്. കർത്താവെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളെ ഓരോരുത്തരെയും ഇതുപോലെ സൃഷ്ടിച്ചതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വിസ്മയനീയമായി, അത്ഭുതകരമായി അങ്ങ് മെനഞ്ഞെടുത്ത അങ്ങയുടെ മക്കളാണ് ഞങ്ങളുടെ മക്കൾ എന്നുള്ള തിരിച്ചറിവ് ഞങ്ങളിൽ ആഴത്തിൽ ഉറപ്പിക്കണമേ. കർത്താവെ, അതിന് വിരുദ്ധമായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങള് അവിശുദ്ധിയോടെ, ആ വലിയ കരുണയോടെ മക്കളെ സ്വീകരിക്കാനോ മക്കൾക്ക് ജന്മം കൊടുക്കാനോ സാധിക്കാതെ പോയതിനെല്ലാം ഓർത്ത് ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. ഉദരാവസ്ഥയിലും ജനന സമയത്തും ഞങ്ങളുടെ മക്കൾക്ക് ലഭിക്കേണ്ട കൃപകൾ ആ ഉപേക്ഷയിലൂടെ നഷ്ടപ്പെട്ടു പോയതുണ്ട്, ഞങ്ങൾക്കറിയാം. ഈശോ, അതെല്ലാം ഞങ്ങളുടെ മക്കൾക്ക് ഇന്ന് ദിവ്യകാരുണ്യ ഈശോയെ അങ്ങ് നിറച്ചു കൊടുക്കണം. ഉദരാവസ്ഥയിലേറ്റ മുറിവുകള്, തിരസ്കരിക്കപ്പെട്ട മക്കള്, കൊല്ലാൻ ശ്രമിച്ച മക്കള്, സ്നേഹിക്കപ്പെടാൻ കൃപ ലഭിക്കാതെ പോയ മക്കള്, ഭർത്താവിന്റെ പീഡന നിമിത്തം ഒത്തിരിയേറെ മുറിവേറ്റ മക്കള്, ജഡികാസക്തിയോടെ ജനിച്ച മക്കള്, മദ്യപാനാസക്തിയിൽ ജനിച്ച മക്കള്, ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തില് വിശുദ്ധിയോടെ പങ്കുചേരാൻ കഴിയാത്തതിന്റെ പേരില് ഞങ്ങളുടെ മക്കൾക്കേറ്റ ഒത്തിരി മുറിവുകള്, ക്ഷതങ്ങള്, ലഭിക്കാതെ പോയ കൃപകള്, ഈശോയെ, അതെല്ലാം ഇന്ന് ഞങ്ങളുടെ മക്കൾക്ക് നിറച്ചു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ ഉദരത്തിൽ ഞങ്ങളുടെ മക്കളെ വിസ്മയനീയമായി അത്ഭുതകരമായിട്ട് സൃഷ്ടിച്ച ഈശോയെ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ മക്കളെ വലിയ അഭിഷേകത്തിന്റെ കൃപയുടെ നിറവിൽ നിറച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ മുറിവുകള്, ലഭിക്കാതെ പോയ കൃപകള് വീണ്ടും വീണ്ടും നിറച്ചു കൊടുത്ത് ആ കുറവുകളെ നികത്തി ഞങ്ങളുടെ മക്കളെ ഇപ്പോൾ ശക്തിപ്പെടുത്തണമേ, സൗഖ്യപ്പെടുത്തണമേ, മുറിവുണക്കണമേ, ജീവൻ നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ കർത്താവെ, ഞങ്ങളുടെ എല്ലാ മക്കളെയും അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കൾ ഓരോരുത്തരും അറിയട്ടെ, ആ മക്കൾ ഓരോരുത്തരും അങ്ങയാൽ മെനഞ്ഞെടുക്കപ്പെട്ട മക്കളാണ്, അങ്ങയുടെ കരവേലകളാണ് തങ്ങളെന്ന സത്യം ഞങ്ങളുടെ മക്കൾ അറിഞ്ഞ് ജീവിക്കട്ടെ. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ മക്കൾ വിസ്മയനീയമായും അത്ഭുതകരമായും സൃഷ്ടിക്കപ്പെട്ട മക്കളാണെന്ന് ദാവീദിനെ പോലെ ഞങ്ങളുടെ മക്കൾ അറിഞ്ഞ് നന്ദി പറഞ്ഞ് ഈശോയെ ജീവിക്കട്ടെ. ശരീരത്തെ മലിനമാക്കാതെ വിസ്മയനീയമായ അത്ഭുതകരമായ അങ്ങയുടെ കരവേലയെ, അങ്ങയുടെ മെനഞ്ഞെടുത്ത ശരീരത്തെ അങ്ങയുടെ അവകാശമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ മക്കൾ വിശുദ്ധിയിൽ ജീവിക്കട്ടെ. പാപത്തിന്, ലഹരിക്ക്, മദ്യത്തിന്, ജഡിക പാപത്തിന്, തെറ്റായ കൂട്ടുകെട്ടുകൾക്ക്, പാപസുഖങ്ങൾക്ക്, കാഴ്ചകൾക്ക്, പ്രവൃത്തികൾക്ക് ഈ വിസ്മയനീയമായ അത്ഭുതകരമായ അങ്ങ് മെനഞ്ഞെടുത്ത അങ്ങയുടെ കരവേലയെ വിട്ടുകൊടുക്കാതെ ഈശോയെ, ഞങ്ങളുടെ മക്കൾ വലിയ തിരിച്ചറിവോടെ ജീവിക്കട്ടെ. അതിനുവേണ്ട എല്ലാ കൃപയും എല്ലാ അനുഗ്രഹവും ഈ വചനത്തിന് ശക്തിയാൽ ഞങ്ങളുടെ മക്കൾക്ക് നൽകണമേ. ഈശോയെ, ദിവ്യകാരുണ്യത്തിൽ നിന്ന് ആ വലിയ ശക്തി അഭിഷേകം ഞങ്ങളുടെ മക്കളിലേക്ക് ചൊരിയണമേ. ഈ സമയം കർത്താവെ, മാതാപിതാക്കളെ സമർപ്പിക്കുന്നു, കുടുംബങ്ങളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു. ഈ വചനത്തിന്റെ അത്ഭുത ശക്തി എല്ലാ മക്കളും സംഭവിക്കാൻ ഇപ്പോൾ ദിവ്യകാരുണ്യത്തിൽ നിന്ന് അങ്ങയുടെ ശക്തി ഈ മക്കളിലേക്ക്, ഞങ്ങളുടെ മക്കളിലേക്ക് വ്യാപരിക്കട്ടെ. പൈശാചിക ശക്തികൾ, അന്ധകാര ശക്തികൾ, ജഡികാസക്തികൾ, അശുദ്ധി, ലഹരി, അടിമത്തങ്ങൾ, ബന്ധനങ്ങൾ ഞങ്ങളുടെ മക്കൾ വിട്ടുമാറി പോകട്ടെ. ഞങ്ങളുടെ മക്കൾ അങ്ങയുടെ അവകാശമാണെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. അങ്ങയുടെ കരവേലയാണെന്ന് ഏറ്റുപറയുന്നു. അങ്ങയുടെ സ്വന്തമാണെന്ന് ഏറ്റുപറയുന്നു. ഇതാ അതിനായിട്ട് സമർപ്പിക്കുന്നു. വന്നുപോയ വീഴ്ചകള്, തെറ്റുകള് എല്ലാം പുറത്ത് അങ്ങയുടെ മക്കളെ വീണ്ടും കർത്താവെ അങ്ങയുടേതാക്കി മാറ്റണം.
അങ്ങയുടെ സ്വന്തമാക്കി മാറ്റണം. അങ്ങയുടെ ശക്തി പ്രകടമാക്കണം. അതിനായി കർത്താവിന്റെ നാമത്തിൽ ഈശോയെ അങ്ങയുടെ അഭിഷിക്ത കരങ്ങൾ ഉയർത്തി അങ്ങയുടെ ഈ മക്കളെയും ഇവരുടെ മക്കളെയും അനുഗ്രഹിച്ച് ആശീർവദിക്കുന്നു. അങ്ങയുടെ ശക്തി ദിവ്യകാരുണ്യത്തിൽ നിന്ന് ഈ മക്കളിലേക്കും കുടുംബത്തിലേക്കും എല്ലാ മക്കളിലേക്കും പ്രവഹിക്കട്ടെ. വലിയ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, മാറ്റങ്ങൾ സംഭവിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കർത്താവിന്റെ ആശീർവാദത്തിനായിട്ട് പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ മക്കളെ എല്ലാ അവസ്ഥകളും സമർപ്പിച്ചുകൊണ്ടും നമ്മുടെ പാപങ്ങളോർത്ത്, നമ്മുടെ കുടുംബത്തിന്റെ ജീവിത പങ്കാളിയുടെ പാപങ്ങളോർത്തൊക്കെ മാപ്പ് ചോദിച്ചുകൊണ്ട്, ഈ വചനത്തിന് വിരുദ്ധമായ ഓരോ പോരായ്മകളോർത്ത് മാപ്പ് ചോദിച്ചുകൊണ്ടും കർത്താവിന്റെ കരുണയ്ക്കായി പ്രാർത്ഥിക്കാം. അനുഗ്രഹത്തിനും ആശീർവാദത്തിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ ഈശോയേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.